ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജർമ്മൻ ഡയറീസ്. ഗായ്സ്, നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു? അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചൊക്കെ ഒന്ന് പഠിക്കാമെന്ന്. എന്തായാലും എക്സാംസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എനിക്ക് ജനുവരിയിൽ എൻ്റെ ലാസ്റ്റ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഫൈനൽ ഇയർ. അപ്പോൾ ഞാൻ ഓർത്തു ചെറുതായിട്ടൊന്ന് റിവിഷൻ ഒക്കെ ചെയ്യാം. ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി വ്ലോഗാണ്. അതായത് ഞാൻ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് പഠിക്കുന്നത്, എങ്ങനെയാണ് അതിൻ്റെ റുട്ടീൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത്. പിന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി. അപ്പൊ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. സോ ഗായ്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കം. സോ ഞാൻ ഈ കാണുന്ന ബുക്കൊക്കെ ചുമന്നോട് വന്നിട്ടുണ്ട്. ഇത് ഐക്കെയറിന്റെ ബുക്കാണ്. കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ ബുക്കൊക്കെ കൊണ്ടുപോയി ടേബിളിൽ വെച്ചിട്ട് വരാം. സോ ഞാൻ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ബുക്കൊക്കെ ടേബിളിന്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ ഐക്കെയറിന്റെ ആ ബുക്സും അതുപോലെ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പഠിക്കാനുള്ള ലാപ്ടോപ്പും അതുപോലെ ഇച്ചിരി വെള്ളവും പെന്നും പെൻസിലൊക്കെ ഞാൻ ഇതിന്റെ ടേബിളിന്റെ പുറത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അനാട്ടമിയാണ് ഞാൻ പഠിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് അനാട്ടമിയിലേക്ക് കിടക്കാം. ഉള്ള സബ്ജക്ട്സിലൊക്കെ വെച്ച് എനിക്ക് ഏറ്റവും കുറച്ചും കൂടി പഠിക്കാൻ ഇഷ്ടം അനാട്ടമിയാണ്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ അനാട്ടമി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചേട്ടാ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് തുടങ്ങണം എവിടെ നിന്ന് അവസാനിപ്പിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണേ. കാരണം എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവധി കിട്ടുന്നത് ഭയങ്കര കുറവാണ്. കിട്ടുന്ന സമയത്താണ് ഞാൻ പഠിക്കാനുള്ളത്. അപ്പൊ മുൻപ് പഠിച്ചതൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടാവും ഓൾറെഡി. അപ്പൊ അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം പിന്നെയും പുതിയ ടോപ്പിക്സ് പഠിക്കാനായിട്ട്. എന്തായാലും പഠിക്കാനിരിക്കുമല്ലേ, അപ്പൊ ഞാൻ ഓർത്തു ഒരു ക്യാൻഡിലൊക്കെ ഒന്ന് കത്തിച്ചേക്കാം. അപ്പൊ വെറുതെ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ടുണ്ട്. വെറുതെ ആണ്, കുറച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെ അത് ഊതി കിടത്തും. അപ്പൊ അതിനു മുന്നേ എനിക്ക് എന്നോട് 1-2 പേര് ചോദിച്ചായിരുന്നു ഞാൻ ഓൾഡ് ഏജ് ഹോമിലാണോ അതുപോലെ ഹോസ്പിറ്റലിലാണോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആഴ്ചയിൽ ഒരു 5 ദിവസം 6 ദിവസമൊക്കെ ഡ്യൂട്ടി ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 1-2 ദിവസമൊക്കെ മുടക്കി കിട്ടാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പഠിക്കാനായിട്ടുള്ള സമയം ഭയങ്കര കുറവാണ്. പിന്നെ സെക്കൻഡ് ഇയർ വരെ നമ്മുടെ ഹൗസ് ബിൽഡിങ് ഭയങ്കര പയ്യെ പോകുന്ന പോലെ തോന്നും നമുക്ക്. പക്ഷെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും തേർഡ് ഇയറിലേക്ക് കയറുന്നതും എക്സാം ആവുന്നതും. അപ്പൊ നമുക്ക് 3 വർഷത്തെ ടോപ്പിക്സ് പഠിക്കാനായിട്ടുള്ള ടൈം ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഹൗസ് ബിൽഡിങ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്സും അതുപോലെ സെക്കൻഡ് ഇയറിലെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് തുടങ്ങാം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആകുമ്പോഴത്തേനും നമുക്ക് പഠിക്കാനുള്ള ടൈം കിട്ടില്ല. അനാട്ടമിയിൽ ഞാൻ ഇപ്പോൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാർട്ടാണ്. അതായത് ഹാർട്ടും അതുപോലെ അതിന്റെ ഫങ്ഷൻ അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസിനെയൊക്കെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ജർമ്മനിൽ ഹെർട്സ് ഇൻസുഫിഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു അസുഖത്തെ പറ്റിയിട്ടാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആ അസുഖം ഉണ്ടാവുന്നത് എങ്ങനെയാണ്, അതിന്റെ റിസ്കോ ഫാക്ടോർ എന്താണ്, അതിന്റെ ഉവർസാഹൻ എന്താണ്, അതിന്റെ ബെഹാൻഡ്ലൂംസ്മ്യൂപ്ലിഷ്കൈറ്റൻ, അതുപോലെ ഈ ഒരു അസുഖം വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനത്തെ അനാട്ടമി കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്. ഇവിടെ നമ്മൾ നഴ്സിംഗ് പഠിക്കുമ്പോൾ അനാട്ടമി മാത്രമല്ല നമുക്ക് പഠിക്കാനുള്ള, വേറെയും കുറച്ച് സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അത് ഏതാക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അനാട്ടമി അല്ലാതെ ആർട്സ് നെയിംറ്റൽ ലെയർ എന്ന് പറയും. അതായത് നമ്മൾ മെഡിസിൻസിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ട്. പിന്നെ ഫിസിയോളജി, അതായത് സൈക്കോളജി ഉണ്ട്. അതുപോലെ റെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജർമ്മൻ ലോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റും കൂടി ഉണ്ട്. അതുകൂടാതെ ഫ്ലേഗെ അതുപോലെ ബെറൂഫ്സ്കുണ്ടെ എന്ന് പറഞ്ഞിട്ട് വേറെ 2 സബ്ജക്റ്റും കൂടി നമുക്കുണ്ട്. അപ്പൊ ഞാനൊന്ന് വായിച്ച് പഠിച്ചിട്ട് വരാം.
എൻ്റെ പഠിച്ചൊക്കെ കഴിഞ്ഞു. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പോയി ഉണ്ടാക്കി കഴിച്ചിട്ട് വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ സ്റ്റഡി വ്ളോഗിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കുറച്ച് വീഡിയോസായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും ബൈ.